മുത്തപ്പന്റെ ആരൂഢ സ്ഥാനമായ കുന്നത്തൂർപ്പാടി മുത്തപ്പൻ ദേവസ്ഥാനത്ത് ഒരാഴ്ച കഴിഞ്ഞാൽ ഒരു മാസം നീണ്ടു നിൽക്കുന്ന മഹോത്സവത്തിന്റെ നാളുകളാണ്. ഉത്സവകാലം അരികിലെത്തിയതോടെ അണിയറയിൽ തിരുവാഭരണങ്ങളും ആടയാഭരണങ്ങളും മിനുക്കിയെടുക്കുന്ന തിരക്കിലാണ് കലാകാരന്മാർ. കുന്നത്തൂർപ്പാടി മുത്തപ്പൻ ദേവസ്ഥാനത്ത് വീണ്ടും ചിലമ്പണിയുന്നത് ഈ മാസം 17 മുതലാണ്. മനുഷ്യന്റെ സങ്കടങ്ങൾക്ക് തീർപ്പ് കൽപ്പിക്കാൻ ദൈവവിളിയുമായി വരുന്ന മുത്തപ്പനും മൂലംപെറ്റ ഭഗവതിക്കും വെള്ളാട്ടത്തിനും വേണ്ട തിരുവാഭരണങ്ങൾ ഒരുക്കുന്ന തിരക്കിലാണ് നെടുങ്ങോം കിഴക്കേപ്പുരയിൽ കെ പ്രകാശനും മറ്റ് കലാകാരന്മാരും. ശ്രീകണ്ഠാപുരം എള്ളരഞ്ഞിയിലെ വീട്ടിൽ പ്രകാശനൊപ്പം കലാകാരന്മാരായ KV ഭാസ്കരനും KP നവീനും സഹായികളായുണ്ട്. അമ്പ്, വില്ല്, വാള്, പുഷ്പങ്ങൾ, ചന്ദ്രക്കല, വിവിധ മാലകൾ, ചിലങ്ക, ചിലമ്പ്, ചുരിക, സ്വർണത്തിലും വെള്ളിയിലും തീർത്ത പൂക്കൾ, നാഗഫണങ്ങൾ, താഴികക്കുടം, വെള്ളി, ഓട് ഇവ കൊണ്ട് നിർമ്മിച്ച ചെറുമിന്നികൾ, വ്യത്യസ്ത പൂക്കൾ എന്നിവ മിനുക്കി ഒരുക്കുകയാണ്. മാനേജിംഗ് ട്രസ്റ്റി SK കുഞ്ഞിരാമൻ നായനാരുടെ നേതൃത്വത്തിലാണിത്. ഭക്തി നിർഭരതയിലാണ് മിനുക്ക് നടക്കുന്നത്. ശ്രീമുത്തപ്പൻ്റെ കുന്നത്തൂർപ്പാടി ശ്രീമുത്തപ്പൻ ദേവസ്ഥാനത്തിൻ്റെ ഈ വർഷത്തെ ഉത്സവം ഡിസംബർ 17 മുതൽ ജനുവരി 16 തീയതി കാലത്ത് കൽക്കപ്പാട്ടോടുകൂടെ കഴിയും. അതിന് മുന്നോടിയായി ഈ തിരുവാഭരണം മിനുക്കലും പോളിഷ് ചെയ്യലും വിളക്കലെല്ലാം കൂടിയിട്ടാണ് പണിയാണ്. 2-3 ദിവസമായി തുടങ്ങിയിട്ട് തിരുവപ്പനേൻ്റെ വെള്ളാട്ടത്തിൻ്റെ തിരുവാഭരണമാണ് ഇതാക്കിയത്. 16 തീയതി വൈകുന്നേരം കരക്കാട്ടിലും നിന്ന് ഞാൻ തിരുവാഭരണം കുന്നത്തൂർപ്പാടിക്ക് കൊടുക്കും. അവിടെ അന്ന് വൈകുന്നേരം തന്ത്രി ഒരിക്കലത്തിലേക്ക് സുബ്രഹ്മണ്യൻ്റെ നേതൃത്വത്തിൽ പുണ്യാഹം വാസുവിലി മുതലാളി ചടങ്ങുകൾ. രാവിലെ ഗണപതിയാവും, അഷ്ടദേവം കൂടി പൂജ ഉച്ചപ്പൂ, വൈകുന്നേരം ദീപാരാധനയോടുകൂടി പാടി പ്രവേശിക്കേണ്ട ചടങ്ങുകൾ. മുത്തപ്പദേവന്റെ പുരാസങ്കല്പമനുസരിച്ച് അതിസൂക്ഷ്മതയോടെയാണ് ഇവ മിനുക്കിയെടുക്കുന്നത്. ഓരോ തെയ്യത്തിനും ചമയങ്ങൾ ഏറെ പ്രധാനമാണ്. ആചാരനിഷ്ഠയോടും വ്രതശുദ്ധിയോടെയുമാണ് കലാകാരന്മാർ ചമയങ്ങളും തിരുവാഭരണങ്ങളും ഒരുക്കുന്നത്. മുത്തപ്പനും മറ്റു ഭംഗിയുള്ള തിരുവാഭരണങ്ങൾ അണിയണമെന്നത് നടത്തിപ്പുകാരുടെ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ആവശ്യമായത് ഒരുക്കിയെടുക്കുകയാണ്. ഈ മാസം 17 മുതൽ ജനുവരി 16 വരെയാണ് കുന്നത്തൂർപ്പാടിയിൽ ഈ വർഷത്തെ പുത്തിരി തിരുവപ്പന മഹോത്സവം. 16-ന് തിരുവാഭരണങ്ങൾ എള്ളരഞ്ഞിയിൽ നിന്ന് കുന്നത്തൂർപ്പാടി താഴെപ്പൊടിക്കള എത്തിക്കും. പാടിയിൽ കയറലോടെ തിരുവാഭരണം ദേവസ്ഥാനത്ത് ചടങ്ങുകൾക്കായി കൈമാറും.